പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ അയച്ചു തരുന്ന പല സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. അത്തരത്തിൽ നേരത്തെ S25 Ultra, iPhone 16 Pro, സാംസങ് C Fold 6 ഇങ്ങനെ നിരവധി സ്മാർട്ട് ഫോണുകൾ ഞാനിതുപോലെ സ്വന്തമായി വാങ്ങി ഉപയോഗിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അത്തരത്തിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ നമ്മൾ വാങ്ങാൻ പോവുകയാണ് കൊല്ലത്ത് മൈജിയിലേക്ക്. നേരത്തെ നമ്മൾ സാംസങ്ങിന്റെ S25 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങിയത് കൊല്ലത്തെ മൈജിയുടെ ഷോറൂമിൽ നിന്നായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ പുതിയ ഒരു ഷോറൂം കൂടി കൊല്ലത്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു പുതിയ ഷോറൂമിൽ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. താങ്ക് യു. സാംസങ്ങിന്റെ കഴിഞ്ഞ വർഷത്തെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി C Fold 6 ഞാൻ ഇതുപോലെ വാങ്ങി പേഴ്സണലായിട്ട് ഉപയോഗിച്ചിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇത്തവണ അവരുടെ അപ്ഗ്രേഡായി പുറത്തിറക്കിയിരിക്കുന്ന സാംസങ് C Fold 7 ഞാൻ വാങ്ങുന്നില്ല. നോക്കിയാൽ ഫ്ലിപ്പ് 7ലേക്ക് വന്നപ്പോൾ നല്ല തിന്നായിട്ടുണ്ട്, ഒരു ബ്ലേഡ് പോലെ ഫോൺ നല്ല തിന്നായി. അതുപോലെ വെയിറ്റ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ലൊരു സുഖമുണ്ട്. പക്ഷേ ഉള്ളൊരു ചെറിയ ഡീഗ്രേഡ് എന്ന് പറയുന്നത് ആ S Penന്റെ സപ്പോർട്ട് ഫോൾഡ് 7 നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് S Pen ഞാൻ പല വീഡിയോകളും പറഞ്ഞതാണ്, S Pen ധാരാളമായി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോണിൻ്റെ സ്ക്രീൻ വഴി എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയും S Pen സപ്പോർട്ട് ഇല്ലാത്ത C Fold 7 എനിക്ക് അത്ര ഉപയോഗപ്രദമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഞാൻ C Fold 7 വാങ്ങാഞ്ഞത്. നേരെ മറിച്ച് ഇത്തവണ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ C Flip 7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. നേരത്തെ S25 Ultra മൈജിയിൽ തന്നെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. പക്ഷേ അത് കൊല്ലത്തെ പഴയ ഷോറൂമിലാണ്. ഇപ്പോൾ ഒരുപാട് പാർക്കിംഗ് സൗകര്യവും ഒരുപാട് വലിയ സ്പേസും ഒക്കെ ആയിട്ടാണ് മൈജിയുടെ കൊല്ലത്തെ ഈ ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ വന്നിട്ടാണ് ഈ ഒരു സാംസങ്ങിൻ്റെ C Flip 7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് സാംസങ്ങിൻ്റെ 5 ജനറേഷൻ ഫ്ലിപ്പ് ഫോണുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിലൊരെണ്ണം പോലും എനിക്ക് വാങ്ങണമെന്ന് തോന്നിയിട്ടില്ല. കാരണം എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പൂർണ്ണത കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഫ്ലിപ്പ് ഫോൺ ഉപയോഗിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ നേരത്തെ മോട്ടറോളയുടെ ഒരു ഫ്ലിപ്പ് ഫോൺ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് വരെയും സാംസങ്ങിന്റെ ഒരു ഫ്ലിപ്പ് ഫോൺ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണത്തെ ഏറ്റവും പുതിയ സാംസങ് C Flip 7 ഏകദേശം ഒരു പെർഫെക്റ്റ് ഫോണാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയും ഇത്തവണ സാംസങ്ങിന്റെ C Flip 7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇതെന്ന് പറയുന്നത് കോറൽ റെഡ് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ്. എനിക്ക് എപ്പോഴും കുറച്ച് ഫ്ലൂറസെന്റ് പഞ്ചിയർ ആയിട്ടുള്ള കളറാണ് എനിക്കിഷ്ടം. ആര് കണ്ടാലും ഒന്ന് എടുത്ത് നിൽക്കുന്ന ടൈപ്പ് കളറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഒരു കോറൽ റെഡ് എന്ന് പറയുന്ന കളർ ഞാൻ സെലക്ട് ചെയ്തത്. മോട്ടറോളയുടെ ഫ്ലിപ്പ് ഫോണുകൾ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു പൂർണ്ണതയിൽ എത്തിയിരുന്നു. പക്ഷേ സാംസങ്ങിന്റെ C Flip 7ന്റെ ലോഞ്ചോട് കൂടി ഇപ്പോൾ സാംസങ്ങും മോട്ടറോളയോടൊപ്പം ഫ്ലിപ്പ് സീരീസിൽ ഓടിയെത്തി, അല്ലെങ്കിൽ മോട്ടറോളയ്ക്കും ഒരല്പം മുന്നിൽ പോയി എന്ന് വേണം പറയാൻ. ഓക്കെ, വളരെ കോമ്പാക്ട്, ഫോണിനെ പോലെ തന്നെ കോമ്പാക്ട് ബോക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് പീൽ ഓഫ് ചെയ്താൽ മതി. താഴെയും പീൽ ഓഫ് ചെയ്യുന്നു. ഫ്ലിപ്പ് സീരീസിലെ കഴിഞ്ഞ C Flip 6ൽ പോലും കവർ ഡിസ്പ്ലേയിൽ ഇത്തരം ഒരു കട്ടൗട്ടുമായിട്ടാണ് സാംസങ് ഫ്ലിപ്പ് 6നെ അണിയിച്ചൊരുക്കിയത്. എന്നാൽ ഫ്ലിപ്പ് 7ലേക്ക് വരുമ്പോൾ 1-2 ജനറേഷൻ മുമ്പ് തന്നെ മോട്ടറോള കൊണ്ടുവന്ന തരത്തിലുള്ള ഒരു ഫുൾ സ്ക്രീൻ ഫ്ലിപ്പ് കവർ ഡിസ്പ്ലേയിലേക്ക് സാംസങ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയുമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഈ ഒരു ഫ്ലിപ്പ് ഫോൺ ഒരു പൂർണ്ണതയിലേക്ക് എത്തി എന്നുള്ളത്. ഫോൺ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ടോപ്പ് ഏരിയയിലാണ് ഒരു പേപ്പർ കവർ. അതിനകത്ത് നമ്മളത് പുറത്തേക്ക് എടുക്കുമ്പോൾ സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, ചാർജിങ്ങിന് C-to-C ചാർജിങ് കേബിൾ, ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വേറെ ഈ ഒരു ബോക്സിനകത്തൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സിനകത്തുള്ളത്. അപ്പോൾ കോറൽ റെഡ് എന്ന് പറയുന്ന കളർ വേരിയന്റ് പുറത്തുള്ള പേപ്പർ നമ്മൾ പീൽ ഓഫ് ചെയ്ത് മാറ്റുന്നു. സാംസങ്ങിന്റെ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏതൊരു ഫോണിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ബെസലുമാണ് ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ C Flip 7ൽ നൽകിയിരിക്കുന്നത്. മുൻ ജനറേഷന്റെ കവർ ഡിസ്പ്ലേ 3.4 ഇഞ്ച് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 4.1 ഇഞ്ച് സ്ക്രീൻ സൈസിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു ഫ്ലിപ്പ് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലിപ്പ് സീരീസിലെ ഏത് ബ്രാൻഡും പുറത്തിറക്കുന്ന ഫോണുകൾ. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനും പോക്കറ്റിലിടാനും ഒക്കെ വളരെ സൗകര്യമാണ്. നമുക്ക് പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ പോക്കറ്റിന് പുറത്തേക്ക് ഒരു പൊടി പോലും കാണാത്ത രീതിയിൽ കോമ്പാക്റ്റ് ആണ് ഫ്ലിപ്പ് ഫോണുകൾ. ഞാൻ സത്യം പറഞ്ഞാൽ പല ഫോണുകളിൽ ഉപയോഗിച്ചുകൊണ്ട് അവയുടെ സൈസ് സത്യം പറഞ്ഞാൽ എന്നെ മടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സാംസങ് S25 Ultra ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഭയങ്കര ഹെവി സൈസും കയ്യിൽ കൊണ്ടു നടക്കാൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പോലെ അതിൽ നിന്നും വലിയൊരു പെട്ടി ഡിസൈനൊക്കെ ആയിട്ടാണ് S25 Ultra പോലും പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർ കാണും. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കോമ്പാക്റ്റ് ഫോണുകളോടാണ് എന്തുകൊണ്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെയും വിവോയുടെ X200 FE എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും അതുപോലെ OnePlusന്റെ 13S എന്ന് പറയുന്ന ഫോണും കോമ്പാക്റ്റ് ഗണത്തിൽ 6.3 ഇഞ്ചിൽ വന്ന ഫോണുകളാണ്. അത് വല്ലാതെ എന്നെ ഇഷ്ടപ്പെടുത്തി. അതിലും ചെറിയൊരു ഫോം ഫാക്ടർ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫ്ലിപ്പ് 7നെ നോക്കി കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലിപ്പ് ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല. കാരണം എനിക്ക് ഫോണിനോടുള്ള അഡിക്ഷൻ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ഫോണിലേക്ക് മാറുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഈ ഒരു കവർ സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കവർ സ്ക്രീനിലൂടെയുള്ള നമ്മളുടെ യൂസബിലിറ്റി കുറവായതുകൊണ്ട് തന്നെയും ഫോണിൽ നമ്മൾ ചെലവിടുന്ന സമയം നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഒരു അഡിക്ഷൻ കുറയ്ക്കാനും ഇത്തരത്തിലുള്ള ഫ്ലിപ്പ് സ്ക്രീൻ ഗുണകരമാകും എന്നുകൂടി
കരുതിയാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. മാത്രമല്ല സെൽഫി ലവേഴ്സിന്റെ ഇഷ്ട ഫോണുകളാണ് എപ്പോഴും ഫ്ലിപ്പ് ഫോൺ. കാരണം നമുക്കറിയാം, ഈവൻ നമ്മൾ ഐഫോൺ വാങ്ങിയാൽ പോലും അതിന്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും ഒരു ഫോണിലും സെൽഫി ക്യാമറ നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം ഫ്ലിപ്പ് ഫോണുകളുടെ വലിയ ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റി സെൽഫി ഫോട്ടോകളും വീഡിയോകളും നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലേ, ഇതിപ്പോൾ വീഡിയോ, ഇങ്ങോട്ട് വന്നാൽ ഫോട്ടോ, പോർട്രേറ്റ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ സെൽഫി രൂപത്തിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ എടുക്കാം എന്നുള്ളതാണ് ഫ്ലിപ്പ് ഫോണുകൾക്ക് ഏറ്റവും വലിയൊരു പ്രചാരം നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോകളൊക്കെ സ്റ്റോറി ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് ഇത്തരത്തിൽ സ്വയം കണ്ടുകൊണ്ട് ഹൈ ക്വാളിറ്റി സെൽഫി വീഡിയോകൾ അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഇത്തരം ഫ്ലിപ്പ് ഫോണുകൾക്കുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് ഒരു ക്യാം കോഡർ രീതിയിൽ നമുക്ക് ഫോൺ പിടിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫോണിനെ ബെൻഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. കൺട്രോളുകളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കാണും. അവിടെ വെച്ച് നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ സഹായിക്കും. മാത്രമല്ല ട്രൈപോഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്നുള്ളതൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് ട്രൈപോഡ് ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഫോൺ ഇങ്ങനെ ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാം. ഫോണിൽ തൊടണ്ട, ജസ്റ്റ് ഒരു ഹാൻഡ് ജസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ ഇപ്പോൾ വീഡിയോ മോഡിലായതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ആകുന്നത്. അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഹൈ ക്വാളിറ്റി സെൽഫി വീഡിയോകളും ഫോട്ടോകളും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ നമുക്ക് ഇത്തരം ഫ്ലിപ്പ് ഫോണുകൾ ഒരുപാട് സഹായകമാകുന്നുണ്ട്. ഇങ്ങനെ എനിക്കിതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളെല്ലാം ഉപരി ഈ ഒരു കോമ്പാക്റ്റ് ആണ് എനിക്ക് ഇത്തരം ഫ്ലിപ്പ് ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു ഫോണിൻ്റെ കവർ സ്ക്രീനിലേക്ക് വന്നാൽ നമ്മൾ ഇടത്തുനിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കവർ ഡിസ്പ്ലേ ഹോം സ്ക്രീൻ. ഈ ഒരു ഹോം സ്ക്രീനിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വാൾപേപ്പറുകൾ നമുക്ക് ഈ ഒരു കവർ സ്ക്രീനിൽ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഫോണ്ട് ഒക്കെ മാറ്റാൻ, ഈ കാണുന്ന ഫോണ്ട് രീതികളൊക്കെ മാറ്റാൻ സാധിക്കും. അതിന് സ്ക്രീൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിരവധി വാൾപേപ്പറുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇടാൻ സാധിക്കും. വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടുന്ന ആപ്ലിക്കേഷൻസ്, കവർ സ്ക്രീൻ വഴി ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷൻസ് കാണാം. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു ഫോണിനകത്ത് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കവർ സ്ക്രീനിലൂടെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല. പിന്നീട് നമ്മൾ ഗുഡ് ലോക്ക് എന്ന് പറയുന്ന സാംസങ്ങിന്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ ആപ്ലിക്കേഷൻ കവർ സ്ക്രീനിൽ ഉപയോഗിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. ഒരുവിധമുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇത്തരത്തിൽ കവർ സ്ക്രീനിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇതൊരു എക്സ്പെരിമെന്റൽ രീതിയിലാണ് സാംസങ് ഈ ഗുഡ് ലോക്ക് വഴി നൽകിയിരിക്കുകയാണ്. നേറ്റീവായിട്ട് ഈ ഒരു ഫോൺ അത് കൊടുത്തിട്ടില്ല. അതൊരു കുറവ് തന്നെയാണ്. ഇത്രയും പൈസ കൊടുത്തൊക്കെ ഫ്ലിപ്പ് ഫോൺ വാങ്ങുന്നവർക്ക് ഈ ഫോണിലെ മറ്റ് ആപ്ലിക്കേഷൻസ് കവർ സ്ക്രീൻ വഴി ഉപയോഗിക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു അവകാശമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നേറ്റീവായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് കുറവാണ്. നമുക്ക് ഗുഡ് ലോക്ക് വഴി കസ്റ്റമൈസ് ചെയ്ത് ഇത്തരം ആപ്ലിക്കേഷൻസ്, ഏത് ആപ്ലിക്കേഷൻസും ഇത്തരത്തിൽ കവർ സ്ക്രീൻ വഴി ഉപയോഗിക്കാം. ഈവൻ നമുക്ക് യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽ കാണണമെങ്കിലോ ഒക്കെ നമുക്ക് ഇതുവഴി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി വിഡ്ജറ്റുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് കവർ സ്ക്രീനിൽ. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് വിഡ്ജറ്റ് ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കണ്ട കൂട്ടത്തിൽ എനിക്കൊരു പരാതിയായിട്ട് തോന്നിയത്, ഈ ഒരു കവർ സ്ക്രീനിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കോൾ ചെയ്യാനുള്ള കോൾ ആപ്പ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കവർ സ്ക്രീനിൽ നിന്ന് നമുക്കൊന്ന് കോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സാധ്യമാകുന്നില്ല നിലവിൽ. അതിന് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ഒരു ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. പക്ഷേ വരുന്ന കോളുകൾ നമുക്ക് കവർ സ്ക്രീൻ വഴി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ അറ്റൻഡ് ചെയ്യപ്പെടുമ്പോൾ ഫോണിൻ്റെ സ്പീക്കർ ഫോണിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഫോൺ അൺഫോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് എപ്പോഴും അൺഫോൾഡ് ചെയ്ത് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഇയർ പീസ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ, നമുക്ക് ഇങ്ങനെ കൂടെ സംസാരിക്കാൻ ഒരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു. ഈ ഒരു കോമ്പാക്ട് സൈസ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കവർ സ്ക്രീനിൽ നിന്ന് കോൾ എടുക്കുകയാണെങ്കിൽ അത് സ്പീക്കർ ഫോണിലേക്കാണ് മാറുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ സാധ്യമാണോ? സാധ്യമാണ്. കാരണം ഷോമിയുടെ ഫ്ലിപ്പിംഗ് ഫോണിൽ അത്തരത്തിൽ കവർ സ്ക്രീൻ വഴി നമുക്ക് സംസാരിക്കാൻ ഇയർ പീസ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കവർ ഡിസ്പ്ലേ വഴി നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു അനിമേഷൻ കണ്ടില്ലേ, ആ ഒരു റിങ്ങിന് ചുറ്റും ഒരു വൈറ്റ് റിങ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ വീഡിയോ മോഡിൽ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ഇത്തരത്തിലൊരു റെഡ് കളറിൽ നമുക്കൊരു ലൈറ്റ് ഇതുപോലെ കാണാൻ സാധിക്കും ഡിസ്പ്ലേയിലൂടെ. ഫോട്ടോ ഇതുപോലെ എടുക്കുമ്പോൾ ആ ഒരു ടൈമറിന്റെ പ്രോഗ്രഷൻ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ സൈഡിൽ സി ഫ്ലിപ്പ് 6 നിന്ന് ഫ്ലിപ്പ് 7ലേക്ക് അപ്ഗ്രേഡ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സി ഫ്ലിപ്പ് 6 ഈ ക്യാമറ മൊഡ്യൂളിന് ചുറ്റും ഒരു മെറ്റാലിക് റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു റിംഗ് ഒക്കെ ഇവിടെ ഒഴിവാക്കി കുറച്ചും കൂടി കാണാൻ സുന്ദരിയാക്കിയിട്ടുണ്ട് സി ഫ്ലിപ്പ് 7. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കവർ സ്ക്രീൻ വഴി ഗൂഗിൾ ജെമിനി ലൈവ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യാം. കേരളത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൽ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം.
മലയോര സ്ഥലങ്ങൾ ഇഷ്ടമുള്ളവർക്ക് മൂന്നാർ. കണ്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ജെമിനി ലൈവ് ഒക്കെ ഈ ഒരു കവർ സ്ക്രീനിലേക്ക് തവണ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഒരു എക്സ്ട്രാ മൈക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന സി ഫ്ലിപ്പ് 6 മൈക്കിന് ഉപരിയായിട്ട് ഒരു മൈക്ക് കൂടി അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ കവർ സ്ക്രീനിലാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ സ്പീക്കർ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സൗണ്ട് കൃത്യമായിട്ട് പിടിച്ചെടുക്കുന്നതിനൊക്കെ ആയിരിക്കണം അത്തരത്തിലൊരു മൈക്കും നൽകിയിരിക്കുന്നത്. S25 അൾട്രയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നൗ ബാർ, നൗ ബ്രീഫ് തുടങ്ങിയ AI സംവിധാനങ്ങളും ഇപ്പോൾ സി ഫ്ലിപ്പ് 7 നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാംസങ്ങിന്റെ സാംസങ് ഡെക്സ് എന്ന് പറയുന്ന സംവിധാനം നേരത്തെ ഒരു ഫ്ലിപ്പ് ഫോണിലും സാംസങ് നൽകിയിരുന്നില്ല. ആദ്യമായിട്ട് ഈ ഒരു സി ഫ്ലിപ്പ് 7 സാംസങ് ഡെക്സ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോണിനെ വയർലെസ്ലി വേണമെങ്കിലും ഇതിന്റെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് നമുക്ക് സാംസങ് ഡെക്സ് രൂപത്തിൽ കണക്ട് ചെയ്യാം. ഒരു ലാപ്ടോപ്പ് കണക്കെ ആ ഡിസ്പ്ലേയിൽ നിന്നും ഈ ഫോണിലെ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വയർഡ് ആയിട്ടും കണക്ട് ചെയ്യാം. ഈവൻ സാംസങ്ങിന്റെയൊക്കെ സപ്പോർട്ടിംഗ് ടിവികളിലൊക്കെ നമുക്ക് വയർലെസ്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡെക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ലാപ്ടോപ്പ് കണക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോണിന്റെ ഗ്ലാസുകൾ ഇപ്പോൾ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മുൻ പ്രാവശ്യത്തേതുപോലെ IP48 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്തവണ സാംസങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു കുറവ് അങ്ങ് വരുത്തി കാര്യമായിട്ട്. ആ കുറവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ സി ഫ്ലിപ്പ് 6 സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരുന്നു പ്രോസർ എങ്കിൽ സി ഫ്ലിപ്പ് 7 വരുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ സാംസങ് സി ഫോൾഡ് 7 ഈ പറഞ്ഞ പോലെ 8 എലീറ്റ് തന്നെ നൽകിയപ്പോൾ ഇവിടെ ഫ്ലിപ്പിനകത്ത് വരുത്തിയ കുറവെന്ന് പറയുന്നത് അവരുടെ ഇൻഹൗസ് പ്രോസർ ആയിട്ടുള്ള എക്സിനോസ് 2500 എന്ന് പറയുന്ന പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം എക്സിനോസ് എന്ന് കേൾക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക് ഈ പറയുന്ന എക്സിനോസ് എന്ന് പറയുന്ന പ്രോസർ അത്ര പഥ്യമല്ല. ക്വാൽകോമിന്റെ പ്രോസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സ്വന്തം പ്രോസർ ആയിട്ടുള്ള എക്സിനോസ് അത്ര കണ്ട് ബെറ്റർ എന്ന് പറയാൻ സാധിക്കത്തില്ല. അത്തരമൊരു കുറവ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് സാംസങ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ സാംസങ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു 3nm പ്രോസസ്സറാണ്, ബെറ്റർ ബാറ്ററി എഫിഷ്യൻസിയൊക്കെ നൽകുന്ന പ്രോസസ്സറാണെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ബാറ്ററിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 4300 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സി ഫ്ലിപ്പ് 6 4000 mAh നിന്ന് 300 mAh കൂടി അഡീഷണൽ ആയിട്ട് കയറി. ഇതൊക്കെ ടെക്നിക്കലി ഉള്ള പറയുന്ന കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത്. കഴിഞ്ഞ ഒരു കുറച്ച് മണിക്കൂറുകളാണ് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചത്. ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫോൺ 100% ചാർജ് ചെയ്തിട്ടാണ് ഏകദേശം 7 മണിക്കൂറോളം ഞാൻ ഉറങ്ങിയത്. രാവിലെ ഉറക്കം എണീറ്റപ്പോൾ 7 മണിക്കൂറിന് ശേഷം ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ 88% ആണ് ഇതിനകത്ത് ബാറ്ററി റിമെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഐഡിയലായിട്ടിരുന്ന 7 മണിക്കൂർ കൊണ്ട് 12% ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡ്രെയിൻ ഉണ്ടായി എന്നുള്ളത് അത് അത്ര നല്ലൊരു സൂചനയല്ല നൽകുന്നത്. കാരണം ഇത്രയും 4300 mAh ബാറ്ററി ഐഡിയലായിട്ടിരിക്കുമ്പോൾ ഇത്രയും പെർസെൻറ്റേജുകൾ കുറയുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുകയോടെ ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് 100% ആക്കിയ ഫോൺ ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഇപ്പോൾ നിലവിൽ ഉള്ളത് 52% ബാറ്ററിയാണ്. ഇന്ന് രാവിലെ മുതലാണ് ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ഫോൺ അധികമായിട്ട് എക്സസീവായിട്ട് ഈ ഒരു 100%ൽ നിന്ന് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഉച്ചയായപ്പോൾ തന്നെ 52% ബാറ്ററി നിൽക്കുന്നു. ഒരു ദിവസത്തെ ബാറ്ററി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വൈകിട്ട് വീട്ടിൽ ചെല്ലുന്നത് വരെ ചാർജ് ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സസീവായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ ഇത് ഓൺ ഡേ പോലും ബാറ്ററി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഈ ഫ്ലിപ്പ് ഫോണുകൾ വാങ്ങുന്നവർ എക്സസീവായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ഫോൺ വാങ്ങുന്നത്. ഭയങ്കരമായിട്ട് ഗെയിമിങ്ങോ ഒന്നും ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ ആരും അതിന് വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 4300 mAh ഓക്കെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കവർ സ്ക്രീനിനെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിച്ചാൽ ഇന്നർ ഡിസ്പ്ലേയേക്കാൾ നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ചുകൂടി നമുക്ക് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വളരെ പത്തറ്റിക് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാംസങ് ഈ ഒരു ഫോണിനകത്ത് 25 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു S25 അൾട്ര എന്ന അവരുടെ കില്ലാടിയായിട്ടുള്ള ഫോണിൽ പോലും 45 വാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ അപ്പുറത്തേക്ക് സാംസങ് പോകുന്നില്ല. ഇന്ന് പല ഫോണുകളും ഇപ്പോൾ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചുള്ള ഫോൺ എടുത്താൽ പോലും 80 വാട്ട് നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 120 വാട്ടിൻ്റെ ചാർജറും ഒക്കെ പല ഫോണുകളിലും വരുന്നുണ്ട്. പക്ഷേ ഇവരിപ്പോഴും 25 വാട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്, അത് 15 വാട്ടാണ്. വളരെ സ്ലോയിലേ അത് ചാർജ് ചെയ്യൂ. OnePlus ഒക്കെ 50 വാട്ട് വയർലെസ് ചാർജിങ് വരെ നൽകി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. പിന്നെ ഫോണിൻ്റെ ബോക്സിനകത്ത് ആസ് യൂഷ്വൽ ചാർജർ ഇല്ല. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഹാർഡ്വെയർ ഒക്കെ കഴിഞ്ഞ സി ഫ്ലിപ്പ് 6 ഇക്വലൻ്റ് ആണ്. അതായത് ഇത്തരത്തിൽ ഇവിടെ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അകത്ത് 10 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെൽഫി ഷൂട്ടർ സ്വാഭാവികമായിട്ടും അധികം യൂസ് വരത്തില്ല എന്നുള്ളത് ഓർക്കണം. പിന്നെ വല്ല വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ ഒരു സെൽഫി സെൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു നോക്കി. എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും മികച്ച ക്യാമറ എന്നൊന്നും ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. സാംസങ്ങിൻ്റെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്യാമറ എന്നും വിശേഷിപ്പിക്കാൻ പറയത്തില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട്
സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. അതുപോലെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ ഒരല്പം സോഫ്റ്റാണ് പലപ്പോഴും എന്നെനിക്ക് തോന്നി. വലിയ കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഈ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകളായാലും വീഡിയോകളായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് ട്വീക്ക് ചെയ്തതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വൈഡ് ആംഗിൾ സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നോക്കി നല്ല വൈഡാണ്. ആശ്രമം ഗ്രൗണ്ട് നല്ല രീതിയിൽ കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു വൈഡ് ആംഗിൾ തന്നെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. അതുപോലെ ഞാൻ ഇപ്പോൾ തിരിച്ച് വെച്ച് ഞാൻ വ്ളോഗ് ചെയ്യുന്ന രീതിയിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യാം. ഓർക്കുക ഇത് വൈഡ് ആംഗിളാണ്. അപ്പോൾ വൈഡ് ആംഗിളിലാകുമ്പോഴും നമുക്കുണ്ട് എൻ്റെ ഫുൾ കൈ സ്ട്രെച്ച് ചെയ്താൽ ഏകദേശം ഇത്രയും വൈഡ് നമുക്ക് കിട്ടുന്നു. ഉണ്ടല്ലേ? ഇപ്പോൾ വ്ളോഗിങ്ങിന് അടിപൊളി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും ഒന്നും കൈ നീട്ടി പിടിക്കണ്ട. ഏകദേശം ഇത്രയൊക്കെ പിടിച്ചാൽ തന്നെ നല്ല സെറ്റപ്പായിട്ട് നമുക്ക് വ്ളോഗൊക്കെ ഇതുപോലെ ഷൂട്ട് ചെയ്യും. ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ നമ്മെ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ ഫോൾഡ് ഫോണിനകത്ത് പറ്റും. പക്ഷേ അത്തരത്തിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫോൾഡ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഫോൺ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഫ്ലിപ്പ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ക്യാമറ ക്വാളിറ്റിയും ബെറ്ററാണ്. അപ്പോൾ വ്ളോഗിങ്ങിനൊക്കെ അടിപൊളിയാവും ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഫോട്ടോയിലായാലും വീഡിയോയിലായാലും നമുക്ക് കളർ ടോണുകൾ നേരത്തെ ഐഫോൺ തുടക്കത്തിൽ കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ഇതിനകത്ത് നൽകാൻ സാധിക്കും. ക്യാമറ കൺട്രോളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ കണ്ടില്ലേ, സ്ട്രെങ്ത്, അതുപോലെ കളർ ടെമ്പറേച്ചർ, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ കോൺട്രാസ്റ്റ് ഈ ഒരു ഫോണിന് കുറവായിട്ട് തോന്നുന്നെങ്കിൽ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫോട്ടോ എടുത്താൽ നമുക്ക് ഇഷ്ടമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. നമ്മൾ ആൾറെഡി എടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ കളർ നമുക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത്, നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ടെന്നിരിക്കട്ടെ, ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ സയൻസ് ഇത് പിടിക്കുകയും പിന്നീട് എടുക്കുന്ന ഫോട്ടോകൾ ആ ഒരു കളർ സയൻസിൽ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ ഈ പറഞ്ഞ സോഫ്റ്റ് എന്നോ കോൺട്രാസ്റ്റ് കൂടുതലാണെന്നോ സാച്ചുറേഷൻ കൂടുതലെന്നോ കുറവെന്നോ ഒന്നും പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിനെ ട്യൂക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത് S25 അൾട്രയിലും ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു സംവിധാനം തുടക്കം കുറിച്ചത് ഐഫോൺ ആയിരുന്നു. ഈ ഒരു ഫോണിനകത്ത് ഇതിൻ്റെ പ്രൈസ് പോയിന്റിൽ നോക്കുമ്പോൾ ഒരു കുറവുള്ളതെന്ന് പറയുന്നത് ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഫ്ലിപ്പ് ഫോണുകളിൽ ഒന്നുകിൽ പ്രൈമറി സെൻസർ വൈഡ് ആംഗിൾ സെൻസർ, അല്ലെങ്കിൽ പ്രൈമറി സെൻസർ ടെലിഫോട്ടോ സെൻസർ, ഈ ഒരു രീതിയിൽ വരും. എങ്ങനെയായാലും ബാക്കിൽ 2 ക്യാമറ വരും. 3 ക്യാമറ ഒന്നും അങ്ങനെ ഫ്ലിപ്പ് ഫോണിൽ ഞാൻ അധികം കണ്ടിട്ടില്ലെന്നാണ് ഓർമ്മ. അപ്പോൾ ഈ ഒരു ടെലിഫോട്ടോ സെൻസറിൻ്റെ ഒരു കുറവ് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു പൂച്ചക്കുട്ടി ഇരിക്കുന്നിരിക്കട്ടെ, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓടിപ്പോകും. അപ്പോൾ ദൂരെ നിന്ന് സൂം ചെയ്തുകൊണ്ട് ക്വാളിറ്റി ലോസ് ഇല്ലാതെ എടുക്കണമെങ്കിൽ അതിന് ടെലിഫോട്ടോ തന്നെ വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ S25 അൾട്രയോ അല്ലെങ്കിൽ വിവോയുടെ X-Fold 5നെയോ ഒക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ഇത്തരത്തിൽ ടെലിഫോട്ടോ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ ബെറ്ററാക്കി ഫോട്ടോ എടുക്കുന്നതിന് ഈ ഒരു സ്മാർട്ട് ഫോൺ അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ഫോണിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങളും പറഞ്ഞത് ഈ ഒരു കവർ സ്ക്രീനിനെ പറ്റിയിട്ടാണ് അല്ലേ. ഇന്നർ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഫോൺ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ സ്മാർട്ട് ഫോൺ, ഒരു ക്യാൻഡി ബാർ ഫോൺ പോലെ തന്നെയാണെന്ന് തോന്നുന്നത്. യാതൊരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്രീസ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പോൾ ഇതിൻ്റെ ക്രീസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. വളരെ കുറവ്. ഇങ്ങനെ ലൈറ്റ് അടിച്ചാൽ മാത്രമേ ആ ഒരു ക്രീസ് നമുക്ക് ഫീൽ ചെയ്യൂ. എസ്പെഷ്യലി നമ്മൾ ഈ കൈയൊക്കെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാലൊന്നും കഴിഞ്ഞ മുൻ സീരീസുകളെയൊക്കെ അപേക്ഷിച്ച് ക്രീസ് അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ മണിക്കൂറുകൾ മാത്രമേ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുള്ളൂ. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ഒരു ഫോൺ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ. നേരത്തെ ഞാൻ ഉപയോഗിച്ച പല ഫോൾഡിങ് ഫോണുകൾ കുറേ പ്രാവശ്യം ഫോൾഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ക്രീസ് കൃത്യമായിട്ട് നമുക്ക് വിസിബിളായി തുടങ്ങുന്നത്. അവിടെ ഒരു ബെൻഡ് കുറേ പ്രാവശ്യം വരുമ്പോൾ കൃത്യമായിട്ട് നല്ലൊരു ക്രീസ് പല ഫോൾഡിങ് സ്മാർട്ട് ഫോണും അനുഭവത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇതും ഇനി കുറേ പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോൾ എന്താകുമെന്നുള്ളത് പിന്നെ അറിയാൻ സാധിക്കും. ഫോണിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ പക്കയായിട്ടുണ്ടെന്ന് വേണം പറയാൻ. നമ്മൾ ഇത്തരത്തിൽ ഒരു ക്യാൻഡി ബാർ രീതിയിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബിൽഡൊക്കെ ബെറ്റർ സാധനം. കയ്യിൽ പിടിച്ച് കഴിഞ്ഞാലൊക്കെ ഉള്ള ഒരു ഇൻഹാൻഡ് ഫീലും ഒക്കെ അടിപൊളിയാണ്. അതുപോലെ 2600 നിറ്റ്സ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഇൻക്ലൂഡിങ് കവർ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെയാണ് ഈ ഒരു ഫോണത് സാംസങ് നൽകിയിരിക്കുന്നത്. മുൻകാല C Flip 6ൽ നിന്നൊക്കെ ബ്രൈറ്റ്നസ് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ Android 16 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. എൻ്റെ കയ്യിൽ കിട്ടിയ ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ലഭിച്ച ആദ്യ ഫോൺ എന്ന പ്രത്യേകത വേണമെങ്കിൽ ഇതിന് അവകാശപ്പെട്ടതാണ്. അതുപോലെ സാംസങ്ങിൻ്റെ യൂസർ ഇൻ്റർഫേസിലെ ON UI 8ലുമാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം S25 അൾട്രയിലൊക്കെ ON UI 7 ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് വലിയ
വ്യത്യാസങ്ങളൊന്നും ON UI 8-ൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ കഴിഞ്ഞ മണിക്കൂറുകൾ ഉപയോഗിച്ച് നോക്കിയ ആ ഒരു എക്സ്പീരിയൻസിൽ ഫോൺ ചെറുതായിട്ട് വാം ആവുന്നുണ്ട്. എസ്പെഷ്യലി ഇത് ഈ ഒരു കവർ സ്ക്രീൻ ഏരിയയാണ് കുറച്ചൊന്ന് വാം ആവുന്നത്, ഓവറായിട്ടൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ചൂടായി. ഇപ്പോൾ ഇത്രയും നേരം ഓൺ ചെയ്ത് വെച്ചിട്ടൊന്നും അങ്ങനെ വലിയ വിഷയം ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെറുതായിട്ട് വാം ആകുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നമ്മൾ എത്ര രൂപ കൊടുത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയത്? ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1,09,999, 1,10,000 രൂപ പ്രൈസ് റേഞ്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീ റിസർവ് ചെയ്തവർക്കൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രീ റിസർവ് ചെയ്തിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു സാംസങ് C Flip 7 കവർ ഡിസ്പ്ലേയിലുള്ള ആ കഴിഞ്ഞ ജനറേഷനിലെ കട്ടൗട്ടൊക്കെ മാറ്റി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ Flip 7 വാങ്ങണം എന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചപ്പോൾ തോന്നിയ കാര്യങ്ങൾ. ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ ഇനിയും അറിയേണ്ടി വരുമെന്ന്. കാരണം ഈ ഒരു ഫോണൊന്നും അധികം ആളുകൾ വാങ്ങാൻ പോകുന്ന ഒരു ഫോണല്ല. ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾക്ക് പൊതുവെ ആളുകളുടെ ഒരു എന്താ പറയുക, എല്ലാവരും ഒന്നും യൂസ് ചെയ്യുന്ന ഫോണുകളല്ല. അധികമായിട്ട് ഈ ഒരു ഫോണിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇനി എൻ്റെ സിം ഏകദേശം ഒരു 10 ദിവസക്കാലം ഇതിനകത്ത് റെസ്റ്റ് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഇതിൽ നിന്നും പറയാൻ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ആ സൗണ്ട് കേട്ടില്ലേ, അടിപൊളി.